സദ്യയിൽ എത്ര വിഭവം ഉണ്ടെങ്കിലും ഇലയിൽ ആദ്യം വിളമ്പുന്ന ഒരു കൂട്ടാനുണ്ട് കേട്ടോ. ആ കൂട്ടാനാണ് ഇന്നത്തെ സ്പെഷ്യൽ. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ പാനിലേക്ക് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടലപ്പരിപ്പ്, 20 ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർക്കണേ. 2 പച്ചമുളക്, കുറച്ച് വേപ്പില. ഉള്ളി കളർ മാറിയിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കിയാൽ മാത്രം മതി. ഉള്ളി സോഫ്റ്റ് ആകുമ്പോൾ ഒരു തക്കാളി ചേർക്കുന്നുണ്ട്. തക്കാളിയുടെ ഉള്ളിലത്തെ ആ പഴുപ്പ് എടുത്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. തക്കാളി കുഴഞ്ഞു പോകരുത്, സോഫ്റ്റ് ആവാൻ മാത്രമേ പാടുള്ളൂ. തക്കാളി സോഫ്റ്റ് ആകുമ്പോൾ ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് ചെറുതായിട്ട് മുറിച്ചതാണ് ചേർക്കണേ. 1 മിനിറ്റ് എണ്ണയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എണ്ണയിൽ ഒന്ന് കുക്കായതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് വേണം നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം തളിച്ചു കൊടുത്ത് വേവിച്ചെടുക്കാം. കുമ്പളങ്ങ വേവുമ്പോഴേക്ക് നാളികേരം അരച്ചെടുക്കാം. 1/2 കപ്പ് നാളികേരം ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് കുമ്പളങ്ങ വെന്തുണ്ടാവില്ല. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. ഈ മിക്സ് ഒന്ന് തണുക്കട്ടെ, അതിന് ശേഷം ബാക്കി പരിപാടികൾ ചെയ്യും. കുമ്പളങ്ങ തണുക്കുമ്പോഴേക്ക് അരച്ച അരപ്പ് 1/2 കപ്പ് തൈരിൽ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. കുമ്പളങ്ങി തണുത്തുണ്ട്. ഈ മിക്സ് കുമ്പളങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. തൈര് ചേർത്ത് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിക്കോളോ. കുറവ് തോന്നുകയാണെങ്കിൽ അപ്പം ചേർത്ത് കൊടുക്കാം. ഇനി കൂട്ടാൻ വറുത്തിടാം. നമുക്ക് വറുത്തിടാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കടുക്, 2 മണി ഉലുവ, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, 1/4 ടീസ്പൂൺ കായപ്പൊടി, 2 ചുവന്ന മുളക്, 2 അല്ലാത്ത 3 എണ്ണം, കുറച്ച് വേപ്പില. ഇത് കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. ഉത്രാട സദ്യയിലെ കേമനാണ്. അത്രയ്ക്ക് സ്വാദുള്ള ഒരു കൂട്ടാനും കൂടിയാണ്. എല്ലാവരും ഈ ഉത്രാടത്തിന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.